ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പിന്നിലുള്ള ആ ഒരു ചെറിയ കോട്ടേജ് കണ്ടോ, ആ ഒരു 1 ബെഡ്റൂം കോട്ടേജിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഇടുക്കി ജില്ലയിലുള്ള കുളമാവിലാണ് ഈ ഒരു റിസോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ ധാരാളം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വിശദമായിട്ട് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇതൊക്കെയാണ് ഇവിടുത്തെ റൂംസ് കേട്ടോ. കോട്ടേജ് പോലത്തെ വലിയ ബെഡ്റൂംസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റിസപ്ഷന് അടുത്തല്ലാത്ത റൂംസിൻ്റെ, അതായത് റിസപ്ഷനിൽ നിന്ന് കുറച്ച് ദൂരമുള്ള റൂംസിലൊക്കെ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ തന്നെ 2 വണ്ടികളുണ്ട്. ഇപ്പം മൊത്തം ഇവിടെ 4 മുറികളുണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പ് റൂംസിന് പ്രൈവസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലില്ല. കാരണം ഇതൊക്കെ ഫുള്ളായി കഴിയുമ്പോൾ ഫുൾ ആൾക്കാരായിരിക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഈ 2 റൂംസിൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം പ്രൈവസി അത്ര പ്രതീക്ഷിക്കേണ്ട. പിന്നെ പ്രൈവസിയൊക്കെ വേണ്ടവർക്ക് ട്രീ ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ, അതൊക്കെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ എന്തായാലും നമുക്ക് വൈകിട്ടൊന്ന് നടന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു റൂമാണ്, കുഴപ്പമില്ല. ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫാനുണ്ട്. എ സി ഇല്ല, എ സിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഒരു ഇരുന്നൂറ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഹെയർ ഡ്രയറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ കെറ്റിലും കോഫി പൗഡറൊക്കെ ഉണ്ട്. പിന്നെ ഓക്കെ, ഇതാണ് വാഷ്റൂം കേട്ടോ. അപ്പോൾ ഷവർ ഏരിയയൊക്കെ സെപ്പറേറ്റഡ് ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ്. അതെ, അവിടെയാണ് നമ്മുടെ റൂം. ഈ ഒരു 2 കോട്ടേജിലും ആൾക്കാരുണ്ട് കേട്ടോ. ഒരു 1 ബെഡ്റൂം കോട്ടേജാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നടന്നു നോക്കുകയാണ്. നല്ലൊരു ലൊക്കേഷനിലാണ് ഇവിടുത്തെ റൂംസൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു രസമുണ്ട്. ഇവിടെ വന്നാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലേ ഏരിയാസ് ഉണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അല്ലാതെ ഈ ചെറിയ ഫുട്ബോൾ കോർട്ടും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ അങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഫസ്റ്റ് എന്തായാലും ഇവിടുത്തെ ആ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉള്ള ആ ഏരിയയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ സമയം ഇപ്പോൾ വൈകിട്ട് ഒരു 5:45. കുറച്ച് മുമ്പേ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഫോഗാണ്, ചുറ്റിപ്പോൾ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഈ വ്യൂ പോയിൻറ്റിൽ വന്നിട്ട് വലിയ മെച്ചമൊന്നുമില്ല. കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ഫോഗ്, നമ്മൾ ഫുൾ ടൈം ഫോഗ് ഉണ്ടായിരുന്നത് കൊണ്ടേ ഇങ്ങനെ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. കണ്ടോ, അത് അങ്ങോട്ട് നല്ലൊരു വ്യൂ ഉണ്ട്, പക്ഷെ കാണാൻ പറ്റത്തില്ല. നമുക്ക് രാവിലെയും കൂടെ വന്ന് നോക്കാം. ഇപ്പോൾ നല്ല തണുത്ത കാറ്റുണ്ട്, അടിപൊളി അമ്മേ. അപ്പോൾ ഇത് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇവിടെ ഉള്ളതാണ് കേട്ടോ. കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റിയൊക്കെ ഉള്ളത് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിന് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സമയം 6 മണിയായി, 5:30 വരെ ഉള്ളൂ കേട്ടോ ഈ ആക്ടിവിറ്റിയുടെ ടൈമിംഗ് ഒക്കെ. അതുകൊണ്ടാണ് നമുക്ക് വരാൻ പറ്റാത്തത്, കാരണം അതുവരെ മഴയായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാര്യം എന്തായാലും നമുക്കെന്തായാലും അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ഇവിടെ ഒരു കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ആക്ടിവിറ്റി ഏരിയ ആണ് കേട്ടോ. അത് ക്യാരം ബോർഡ്, പിന്നെ അമ്പുമില്ലൊക്കെ ഉണ്ട്. ഡാർട്സൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അമ്പുമില്ലിന് എനിക്കൊന്ന് അതിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചെസ് ബോർഡ്, ലൂഡോ ബോർഡ് കൊള്ളാം. ഇത്രയും വലിയ ലൂഡോ ബോർഡ് ഞാൻ എത്തിക്കണം. പിന്നെ അതൊരു ഇതുണ്ട്, ടേബിൾ ടെന്നീസ് കളിക്കാനുള്ളൊരു ടേബിൾ കൊള്ളാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റീസിൻ്റെ ഒരു ഐഡിയ കാണണമെങ്കിലേ ഇത് കണ്ടോ, കോൺഫറൻസ് ഹാള്, സ്വിമ്മിംഗ് പൂള്, ചിൽഡ്രൻസ് പാർക്ക്, വോളിബോൾ ആൻഡ് ബാഡ്മിൻ്റൺ കോർട്ട്, വാട്ടർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഇതല്ലാണ്. ഇതോ അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ട്. ഇത് എക്സ്ട്രാ പേയ്മെൻ്റ് അല്ല. നമ്മുടെ ഈ റൂംസ് എടുത്താൽ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാം. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഇല്ല. ഓക്കെ. ഇതൊക്കെ കോട്ടേജസ് ആണ് കേട്ടോ. ഇതിലേതോ ഒരു കോട്ടേജിലാണ് നമ്മുടെ 12th മാൻ സിനിമ ഷൂട്ട് ചെയ്തത് കേട്ടോ. അത് ഈ ഒരു റിസോർട്ട് ഫുള്ളായിട്ടാണ് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, അത് ഒരുപാട് വീഡിയോസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ കോട്ടേജിലാണ്, പിന്നെ അവിടെ ഒരു കോൺഫറൻസ് ഹോളുണ്ട്, അതിനകത്തും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഒന്ന് നോക്കാം. സ്വിമ്മിംഗ് പൂൾ ഈ തുടങ്ങിയ സമയത്ത് റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ കുറേ മംഗോസ്റ്റിൻ മരങ്ങളുണ്ട്. ഇതൊരു മംഗോസ്റ്റിൻ മരമാണ്. ആ ഭാഗത്താണ് റെസ്റ്റോറൻറ്റ്. ആക്ച്വലി എനിക്ക് ഈ ഒരു ഏരിയ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ റൂംസ് എടുത്താൽ മതിയായിരുന്നു. എനിക്കൊന്ന് എൻ്റെ ഒരു സജഷൻ, നിങ്ങളും ഇവിടെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു റൂംസ് എടുക്കാൻ നോക്കുക. ഇവിടെ 106 തൊട്ടാണ് ഈ ഒരു റൂംസ് കാറ്റഗറി കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വണ്ടി വരത്തില്ല. വണ്ടി നമ്മുടെ മുകളിൽ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിൽ പാർക്ക് ചെയ്യേണ്ടി വരും.
പക്ഷെ അത് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ ഒരു നല്ല വ്യൂ പോലെയൊക്കെ തോന്നുന്നു. നമ്മുടെ റൂംസിൻ്റെ ഫ്രണ്ടിൽ വലിയ വ്യൂ ഒന്നുമില്ല. ഈ ഒരു ആംബിയൻസ് എനിക്കിഷ്ടപ്പെട്ടു ആക്ച്വലി. അവിടെ നടുക്കൊക്കെ ഇരിക്കുകയും ചെയ്യാം, അത് കൊള്ളാം. അവിടെ നടുക്കിരിക്കാം, കണ്ട, അത് കൊള്ളാം. കുറച്ചുകൂടെ നിങ്ങൾ 2 ഫാമിലിയായിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒരുമിച്ച് അങ്ങ് എടുക്കാം. അത് കൊള്ളാം, അത് എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. ഇത് മതിയായിരുന്നു. ഇത് എടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫീൽ കിട്ടിയാണ്. ഇത് ഇവിടെ ഒരു സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ലേക്കിന് കുറുകയാണ്. അപ്പോൾ ഈ ടൈം കഴിഞ്ഞതുകൊണ്ട് അവർ മാറ്റിയിട്ടിരിക്കണം. നേരത്തെ മഴയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. മഴയില്ലാത്ത സമയത്ത് വന്നാലേ ഈ റിസോർട്ട് ഒരു വെർത്തായിട്ട് തോന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇവിടെ ഇത്രയും നമുക്ക് റേറ്റ് കൊടുത്ത് വന്നിട്ട് കാര്യമില്ല. കാരണം ആക്ടിവിറ്റീസാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇത് ഇവിടുത്തെ മൂന്നാമത്തെ ലേക്കാണ് കേട്ടോ. ആക്ച്വലി ആ മുകളിലത്തെ വെള്ളം തന്നെയാണ് ഈ ബാക്കി 2 ഒഴുകി വരുന്നത്. 2ാമത്തേലാണ് നമ്മൾ നേരത്തെ സിപ്പ് ലൈൻ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി കണ്ടത്. അപ്പോൾ ഇവിടെയാണ് ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അവിടെ കയാക്കിങ് ചെയ്യുന്നുണ്ട് 2 പേര്. ഇത് ഇവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ഏറ്റവും ലേറ്റസ്റ്റ് അത് 2 ആയിരിക്കും. 2 എ ഫ്രെയിം കോട്ടേജ്, പിന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ ട്രീ ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഹൈറ്റിലാണ്. ഇതിൻ്റെ വ്യൂ നല്ലതായിരിക്കും. എനിക്കൊന്ന് ഇവിടുത്തെ ഏറ്റവും വ്യൂ ഉള്ളത് ഇവിടെ ആയിരിക്കും. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ഫോഗ് ആയിരുന്നല്ലോ. ഇപ്പോഴും ഉണ്ട്, പക്ഷേ കുറച്ചൊന്ന് ക്ലിയർ ആയതാണ്. അവിടെ സൺസെറ്റാണ്. അതുപോലെ ആ ഭാഗത്ത് നമ്മുടെ കുളമാവ് ഡാമിൻ്റെ ആണെന്ന് തോന്നുന്നു റിസർവോയർ കാണാൻ പറ്റും കേട്ടോ. ഒരു പാലവും ഇതൊക്കെ ആയിട്ട് നല്ല കിടിലൻ കളറല്ലേ, അടിപൊളി. എന്തായാലും നടന്നു വന്നത് വെറുതെ ആയില്ല. സമയം രാവിലെ 7 മണി. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചകൾ കേട്ടോ. രാവിലെ തന്നെ മഴയാണ്. അപ്പോൾ രാവിലെ അവർ ബെഡ് കോഫി കൊണ്ടുവന്നു. അതായത് അവർ ഇതിൽ കോംപ്ലിമെൻ്ററി ആണ്. അപ്പം നമ്മൾ പറയാനൊന്നും വേണ്ട. രാവിലെ തന്നെ അവർ കോഫി കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും കേട്ടോ. പക്ഷെ അറിയിച്ചില്ല, ഞങ്ങൾ ഉറപ്പായിരുന്നു. അവർ ഫ്ലാസ്കിൽ വെച്ചിട്ട് പോയി. എന്തായാലും ഈ മഴയും കണ്ടുകൊണ്ട് ഇവിടുന്ന് കാപ്പി കുടിക്കാം. ഇപ്പോൾ ഇവിടെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളുടെ സെറ്റപ്പൊക്കെ നടക്കുകയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു മോർണിംഗ് ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഇവിടെ EV ചാർജിങ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വണ്ടിക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒന്നും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ആ ഫോഗ് മാറിയിട്ടില്ല, ഒട്ടും ക്ലിയർ അല്ല. ആൾക്കാർ നടന്ന് ഇവിടെ ഒരു പാത പോലെ ആയിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടി നടന്നു നോക്കാം. ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. എന്തായാലും അധികം നടക്കാനില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ കയറി ഇവിടെ ഒരു തുറസായ ഒരു പാറയുടെ മുകളിലെത്തി കേട്ടോ. പക്ഷേ ഒന്നും കണ്ടുകൂടാ അങ്ങോട്ടേക്ക്. ഇവിടേക്ക് ഒരു ബോർഡറൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇവിടേക്ക് ഫോറസ്റ്റ് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അപ്പുറത്ത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മുകളിലോട്ട് പോയാലൊന്നും കാണാൻ പറ്റും തോന്നുന്നില്ല. വെറുതെ ഒന്ന് പോയി നോക്കാം. മുകളിൽ കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങ് വരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ്. പക്ഷെ ഒന്നും കണ്ടുകൂടാ. അപ്പോൾ അതേ നമ്മൾ ഏറ്റവും മുകളിലെത്തി കേട്ടോ. ഇത് ഒരു 5 മിനിറ്റ് പോലും ഇല്ല നടക്കാൻ, പെട്ടെന്ന് അങ്ങ് മുകളിലെത്തും. അപ്പോൾ ഇത് ആക്ച്വലി ഇവിടെ ഒരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കൊന്നും കണ്ടുകൂടാ. കാരണം ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ തീർന്നപ്പോഴാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല കോടമഞ്ഞ വേണ്ട. അവിടെ നല്ല വലിയ 2 പാറ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി 12th Man മൂവിയിൽ ഈ ഒരു സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി വീണതായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ആ വ്യൂ പോയിൻ്റ് കാണിക്കുന്നുണ്ട്. കണ്ടവർക്ക് ഓർമ്മ. എനിക്കൊന്ന് ഇവിടെ അല്ലായിരിക്കും അതെടുത്തത്. ഓ, ഇതുവഴി ഇറങ്ങാമല്ലേ. പക്ഷെ പെട്ടെന്ന് എത്തും കേട്ടോ. വലിയ ട്രെക്കിംഗ് ഒന്നും അല്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ചെറിയൊരു വാക്കിങ്ങിന് ഇത് ബെസ്റ്റ് സ്പോട്ടാണ്. നമുക്ക് അത്യാവശ്യം ക്ലിയർ ആണെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടും. ഡ്രോൺ എടുത്ത് പറപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടത്തില്ല. അത് അവിടെയൊക്കെ പാറകളുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി ഞാനിത് വീട്ടിൽ വന്നിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് അങ്ങ് ഇറങ്ങി. അവിടെ ഓണപ്പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ വേറെ അടുത്ത റിസോർട്ടിലേക്ക് പോയി. ആക്ച്വലി ആ റിസോർട്ടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അപ്പോൾ ആക്ച്വലി ഒരു മിക്സഡ് റിവ്യൂ എന്നൊക്കെ പറയാം. നമുക്ക് അങ്ങനെ ഒരു മിക്സഡ് ഫീലിംഗ് ആണ് കിട്ടിയത്. ഇതിൻ്റെ റേറ്റ് ആദ്യമേ പറയാം. ഞങ്ങളെടുത്ത റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 8,500 ആണ്. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും കുറഞ്ഞ
റൂമിൻ്റെ, അതായത് ഏറ്റവും ബേസിക് റൂമിൻ്റെ റേറ്റാണ് 8500 എന്ന് പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ സീസൺ അനുസരിച്ചൊക്കെ മാറുമായിരിക്കും. എന്നാലും അതൊരു പോസിറ്റീവായിട്ടും വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ 8500 റൂം എടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും, അതായത് ബോട്ടിങ്, കയാക്കിങ്, സിപ്പ് ലൈൻ പോലെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, അതുപോലെ സ്വിമ്മിംഗ് പൂള്, ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ്, അതേപോലെ ആ റിസോർട്ട് മൊത്തം നമുക്ക് നടന്ന് കാണാം. ഒരു വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ 8500. അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. പിന്നെ നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ചെയ്യുമ്പോൾ ഭയങ്കര മഴയാണോ, ക്ലൈമറ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒന്ന്, ക്ലൈമറ്റ് എപ്പോൾ വേണമെങ്കിലും മാറാം, നമ്മുടെ കയ്യിലല്ല. എന്നാൽ പോലും ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ മാക്സിമം ബുക്ക് ചെയ്തിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മാത്രമല്ല വൈകിട്ടൊരു 5:30 വരെയൊക്കെ ഈ ആക്ടിവിറ്റീസ് ഉണ്ടാകത്തുള്ളൂ. അപ്പം ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നും. പിന്നെ അടുത്ത ദിവസം ഈ ഓണപ്പരിപാടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നേരത്തെ ചെക്കൗട്ട് ചെയ്യേണ്ടി വന്നു. അപ്പം വേറെ ആക്ടിവിറ്റീസ് ഒന്നും അത് അവർ ചെയ്യിക്കത്തില്ല. എന്നാൽ ആ ഓണത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമും കൂടെ ഒന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ റിസോർട്ട് നിങ്ങൾക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ശരിക്കും നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതൊരു റിസോർട്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, ഫുഡ് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡാണ്. 650 രൂപ ആണ് അവിടുത്തെ ബുഫേ എന്ന് ചാർജ് വരുന്നത്. അതായത് അലാക്കാട്ടെ ഉണ്ടെങ്കിലും അവർ നമ്മൾ കൂടുതലും ബുഫേ എടുക്കാനാണ് അവർ പുഷ് ചെയ്യുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ലഞ്ച് അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ വരുന്ന വഴിക്കൊന്നും അങ്ങനെ അധികം നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. പക്ഷേ ലഞ്ചിന് ആക്ച്വലി ബുഫേ ആയിരുന്നു. അവിടെ 650 രൂപയാണ് പെർ പേഴ്സൺ. പക്ഷേ അത്രയും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയില്ല ലഞ്ച്. കാരണം അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലാതെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്ക് 3 പേർക്കും, ഞങ്ങൾ ഞാനും വൈഫും മോനും അവിടെ നിന്നാണ് കഴിച്ചത്. ഒരു ഓക്കെ ഫീലിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി അത്രയും റേറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം അത്ര വൃത്തിയായിട്ട് തോന്നിയില്ല. അതേപോലെ ഡിന്നറും ബുഫേ ആണെന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചില്ല. ഈവനിങ് ഞങ്ങൾ കുളമാവ് ഡാമിൻ്റെയൊക്കെ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴി അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അത്രയും നേരത്തെ കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കാരണം സാധാരണ ഞങ്ങൾ ഇതേപോലെ റിസോർട്ടുകളിലൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം റൂമിന് പുറത്തൊക്കെ ഇരുന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഡിന്നർ പോയി കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ ഒരു നൈറ്റും ബുഫേ ആണെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല. പുറത്ത് പോയപ്പോൾ തന്നെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. കാരണം ഉച്ചയ്ക്കും നമുക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല സ്പ്രെഡും ഉണ്ടായിരുന്നു. അത്യാവശ്യം ടേസ്റ്റി ആയിട്ട് തോന്നുകയും ചെയ്തു. കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ലഞ്ച് വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടൊക്കെ തോന്നി, വൃത്തിയായിട്ട് തോന്നി. കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു പാക്കേജിൽ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഞങ്ങൾക്ക് ഇതിൽ തോന്നിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു മിക്സ്ഡ് ബാഗാണ്. ഈ പറയുന്ന പോലെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രീൻബർഗ് റിസോർട്ടിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവരൊക്കെ വിളിച്ചു ചോദിക്കുക. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.